ഞാൻ എപ്പോഴും ചിന്തിക്കരുത് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ എന്ത് നടക്കുന്നാവോ അതുകൊണ്ടാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അങ്ങനെയല്ല ഗാന്ധിജി ഇന്നും നമ്മളോടൊക്കെ ജീവിക്കുന്നു. അൺഡൈയിങ് ഫെയ്ത്ത് ഇൻ സെൽഫിൽ ടേക്ക് യു ടു ദ ഹയർ പ്ലേസസ് എന്നുള്ളത് ഞാൻ എൻ്റെ ബുക്സിലെല്ലാം എഴുതി വെക്കും. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ചിട്ടും അങ്ങനെ ജനങ്ങളെ സേവിക്കുന്നതിനെ കുറിച്ചിട്ടും ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. Hello everyone, welcome to Toppers Talk at Fortune IAS Academy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം 786 റാങ്ക് നേടിയ ഗംഗ ഗോപിയാണ്. തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള ഗംഗ 5ാമത്തെ അറ്റംപ്റ്റിലാണ് ഈ മികച്ച നേട്ടം കൈവരിച്ചത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഗംഗയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ഗംഗ. ഗംഗ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഗംഗയുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, നാട്, വീട്, വീട്ടുകാർ ഇതെല്ലാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? സർ, എൻ്റെ ഫുൾ നെയിം ഗംഗ ഗോപി എന്നാണ്. എൻ്റെ നാട് തൃശ്ശൂർ ജില്ലയിലെ മുത്രത്തിക്കര എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ പഠിച്ചത് BSc ബോട്ടണിയാണ്. സെൻറ്റ് ജോസഫ്സ് കോളേജ് ഇരിങ്ങാലക്കുടയിലായിരുന്നു പഠനം. ആഫ്റ്റർ ദാറ്റ് ഞാനിവിടെ ഫോർച്യൂണിൽ ജോയിൻ ചെയ്തു, പ്രിപ്പറേഷൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ചേച്ചി മാരീഡാണ്. ബ്രദർ ഇൻ ലോ ഭരദ്വാജ്. അങ്ങനെ ഒരു കൊച്ചു കുടുംബമാണ് എൻ്റേത്. ഗംഗ, നമ്മുടെ 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് ഈ വിജയം കൈവരിക്കാൻ പറ്റിയത്. അപ്പോൾ അതിന് മധുരം കൂടും. അതിൻ്റെ ആഘോഷവും വലിയ ലെവലിലുള്ള ആഘോഷമായിരുന്നു. നാട്ടിലെങ്ങനെയാണ് ആഘോഷിച്ചത്? സർ, നാട്ടിൽ എനിക്ക് വലിയൊരു സ്വീകരണമാണ് കിട്ടിയത്. എന്നെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷവും സ്നേഹവും അവർ പ്രകടിപ്പിച്ചു. മാത്രമല്ല, ഞാൻ നാട്ടിൽ കുറച്ച് സോഷ്യലി ആക്റ്റീവ് ആയിരുന്നു. അതായത് ഇവിടെ വരുന്നതിന് മുമ്പും എൻ്റെ UPSC പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നാട്ടിൽ ആക്റ്റീവ് ആയിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷവും സ്നേഹവും നാട്ടുകാർ തരുന്നുണ്ട്. എല്ലാവരും വീട്ടിലേക്ക് വന്നു. അതുപോലെ തന്നെ നമ്മൾ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും പ്രൗഡാണ്. നാട് മൊത്തത്തിൽ സന്തോഷിക്കുന്നുണ്ട്, അഭിമാനം കൊള്ളുന്നുണ്ട്. അപ്പോൾ പറഞ്ഞല്ലോ സോഷ്യലി ആക്റ്റീവ് ആയിരുന്നു. അതൊന്ന് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാമോ? എങ്ങനെയായിരുന്നു നാട്ടിൽ സോഷ്യലി ആക്റ്റീവ് ആയിരുന്നത്? ഏതെങ്കിലും പെർട്ടിക്കുലർ ഇൻസിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും? സർ, ഞാൻ ചെറുപ്പം തൊട്ടേ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതിനുശേഷം യുവജന സംഘടനാ പ്രസ്ഥാനങ്ങളിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. കോളേജിൽ NCCയിൽ ഉണ്ടായിരുന്നു, മാഗസിൻ എഡിറ്ററായിരുന്നു. അങ്ങനെ കോളേജിലും പിന്നെ പ്രളയ കാലഘട്ടത്തിൽ നാട്ടിലെ ക്യാമ്പിലും എല്ലാത്തിലും അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലെ ഒരുവിധം എല്ലാവർക്കും അറിയാം. അപ്പോൾ അടുത്തറിയുന്ന ഒരു കുട്ടിക്ക് സിവിൽ സർവീസ് കിട്ടി എന്നുള്ളത് നാട്ടിൽ വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. മാത്രമല്ല, എൻ്റെ ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടുന്ന് അങ്ങനെ അധികം ആരും സിവിൽ സർവീസ് ക്ലിയർ ചെയ്തിട്ടില്ല. അവർക്കറിയുന്നവരാരും ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് അവിടെ ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് അധികം ആൾക്കാർ ഒരു ഗവൺമെൻറ് ജോലി പോലും എത്തിപ്പെടാൻ പറ്റാത്ത അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ സിവിൽ സർവീസ് എന്നുള്ളൊരു വലിയ സ്വപ്നം പിന്തുടരാനുള്ള ധൈര്യം കിട്ടിയത്? സർ, എനിക്ക് ഈ കാര്യത്തിൽ എന്നോട് തന്നെ നന്ദി പറയാനുള്ളത്, എനിക്ക് സ്വപ്നം കാണാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ സിവിൽ സർവീസിന് പോകുകയാണെന്ന് എൻ്റെ വീട്ടിൽ പറയുമ്പോഴും അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാർ അറിയുമ്പോഴും ഇതൊക്കെ നമുക്ക് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛന് കൃഷിയാണ്, ഞങ്ങളുടേതൊരു കർഷക കുടുംബമാണ്. മുമ്പ് വീട്ടിൽ നിന്ന് തന്നെ സിവിൽ സർവൻസ് പോയിട്ട് ഗവൺമെൻറ് സർവൻസ് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഇത് പറ്റുന്ന കാര്യമാണോ എന്നുള്ളത് നമ്മുടെ അടുത്ത് ഒരു കൺസേൺ ആയിട്ട് ചോദിക്കുകയും പുറകിൽ നിന്ന് കളിയാക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്വപ്നം കാണാൻ ധൈര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, 2 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ എനിക്കെന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ട്, ആ ഒരു അർജ് ചെറുപ്പം തൊട്ടേ ഉണ്ട്. പിന്നീട് കോളേജ് കാലഘട്ടത്തിൽ വെച്ച് പ്രളയത്തിൻ്റെ സമയത്തെല്ലാം TV അനുപമ IAS മാം ചെയ്ത പ്രവർത്തനങ്ങളും അന്ന് കളക്ടർമാർ ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഇത് തന്നെയാണ് വഴിയെന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു. നമുക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടിയില്ല. ഗംഗയ്ക്ക് ആദ്യത്തെ 5 അറ്റംപ്റ്റിലും 5ാമത്തെ അറ്റംപ്റ്റിലാണ് ആദ്യമായി പ്രിലിംസ് കിട്ടുന്നത്. അപ്പോൾ ആ 4 കൊല്ലം നമ്മൾ ഒത്തിരി ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആരും നിങ്ങളോട് പറഞ്ഞില്ലേ ഗംഗ ഇനി പോകണ്ട, ഇത് നിർത്താം എന്നുള്ള രീതിയിൽ പറഞ്ഞില്ലേ? സാർ, ആരും പറഞ്ഞില്ല എന്നല്ല, എല്ലാവരും എന്നോടത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനമ്മയ്ക്കും ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ നാട്ടിലെല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഇത് കഴിഞ്ഞില്ലേ, നിർത്തിയില്ലേ, ഇത് മടുത്തില്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഈ സർക്കിളിലും എല്ലായിടത്തും ഇത് നിർത്തി വേറെ എന്തെങ്കിലും നോക്കാം എന്നുള്ളൊരു തോന്നലായിരുന്നു.
ബട്ട് എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു വിശ്വാസവും എൻ്റെ സെൽഫ് ബിലീഫാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. എനിക്കിത് എനിക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ജേണിയിൽ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് എന്നെ തന്നെ ഹെഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. എങ്ങനെയാണ് അതിനകത്ത് സെൽഫ് ഡൗട്ട് ഇല്ലാതാവുന്നത്? കാരണം നമുക്ക് ഒരു പരീക്ഷയുടെ ഒരു സ്റ്റേജ് പോലും ക്ലിയർ ആവാൻ പറ്റുന്നില്ല. പക്ഷേ അപ്പോൾ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് വേണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ വേണമല്ലോ നമുക്ക് വീണ്ടും ബിലീവ് ചെയ്യാൻ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സർ, ഞാൻ എൻ്റെ ബുക്സിലെല്ലാം എപ്പോഴും എഴുതുന്ന ഒരു കാര്യമാണ് അൺഡൈയിങ് ഫെയ്ത്ത് ഇൻ സെൽഫിൽ ടേക്ക് യു ടു ദ ഹയർ പ്ലേസസ് എന്നുള്ളത് ഞാൻ എൻ്റെ ബുക്സിലെല്ലാം എഴുതി വെക്കും. അപ്പോൾ എനിക്ക് എന്നോട് തന്നെയുള്ള ആ വിശ്വാസം എവിടെ നിന്നാണ് എനിക്ക് കിട്ടുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ മിസ്റ്റേക്സ് അഡ്മിറ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ തോൽവികൾ ഞാൻ ഏറ്റെടുക്കുമായിരുന്നു, അത് കണ്ടെത്തുമായിരുന്നു. എനിക്ക് എപ്പോഴും തോന്നും തോൽവികൾ നമ്മൾ ഏറ്റെടുക്കാത്തപ്പോഴാണ്, അതിനെ നമ്മൾ അങ്ങനെ എക്സ്ക്യൂസസ് കണ്ടെത്തുമ്പോഴാണ് നമുക്കവിടെ ഇമ്പ്രൂവ്മെൻറ്റ് സ്കോപ്പില്ലാതെ പോകുന്നത്. എനിക്ക് എൻ്റെ തോൽവികൾ എവിടെയാണെന്ന് മനസ്സിലാകും, എൻ്റെ വീക്ക് ഏരിയാസ് എവിടെയാണ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെയാണ് നമുക്കവിടെ വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അങ്ങനെ ഞാനത് മനസ്സിലാക്കി അഡ്മിറ്റ് ചെയ്തു, അത് ഏറ്റെടുത്തു, അതിൽ വർക്ക് ചെയ്തു. ഇപ്പം ഞാൻ 5th അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ 5 വർഷ കാലാവധിയിൽ ഒത്തിരി മിസ്റ്റേക്സ് വരുത്തി കാണും. യെസ് സർ. അതിൽ ഒരു മേജർ മിസ്റ്റേക്സ് ആണെന്ന് ഞങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ പറയാമോ? വേറെ ആർക്കെങ്കിലും മേ ബി അത് ചെയ്യാതിരിക്കാൻ പറ്റുമായിരിക്കും. സർ, ആദ്യത്തെ എൻ്റെ 2 അറ്റംപ്റ്റിലും ഞാൻ വേണ്ട വിധത്തിൽ സിലബസിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബുക്സിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റാദർ ദാൻ ലുക്കിംഗ് ഇൻ ടു ദ സിലബസ്, നമ്മൾ ലക്ഷ്മികാന്ത് പഠിക്കുന്നു, അതുപോലെ മോഡേൺ ഇന്ത്യക്ക് സ്പെക്ട്രം പഠിക്കുന്നു, ആ ബുക്സിലാണ് ഫോക്കസ് ചെയ്തായിരുന്നത്. അപ്പോൾ അതെനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. UPSCയുടെ ഡിമാൻഡ് മനസ്സിലാക്കാതെ പഠിച്ചു എന്നുള്ളത് എൻ്റെ ഒരു തെറ്റാണ്. പിന്നെ 3rd ആയപ്പോഴേക്കും എനിക്കതെല്ലാം മനസ്സിലായിരുന്നു. പിന്നെ 3rd അറ്റംപ്റ്റിൽ എനിക്ക് വേറെ റീസൺസ് കൊണ്ടാണ് കിട്ടാതിരുന്നത്. 4th ആയപ്പോഴേക്കും എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവുകയും എനിക്ക് അതുപോലെ തന്നെ മൈഗ്രെയിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എക്സ്ക്യൂസസ് ആയി കാണാതെ അത് എല്ലാം മനസ്സിലാക്കി ഞാൻ അതിനെല്ലാം സൊല്യൂഷൻസ് കണ്ടെത്തി അത് അങ്ങനെ വർക്ക് ചെയ്തു. അതുപോലെ പ്രിലിംസിനാണെങ്കിൽ ഞാൻ ഒട്ടനവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തു. ഒരു 100+ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തു. CSATന് PYQ മുഴുവൻ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ചെയ്തപ്പോൾ അതിൻ്റെ ഡിഫറൻസ് റിസൾട്ടിലും വന്നായിരുന്നു. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞു, മൈഗ്രെയിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഒരു ലോങ് എക്സാമിനേഷൻ പ്രോസസ്സ് പലരും മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും വേണ്ടത്ര ടേക്ക് കെയർ ചെയ്യാറില്ല. ഗംഗയ്ക്ക് മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നല്ലപോലെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ടിപ്സോ ഗൈഡൻസോ കൊടുക്കാനുണ്ടോ? സർ, മെൻ്റൽ ഹെൽത്തിന് ഞാൻ ചെയ്തിരുന്നൊരു കാര്യം ജേർണലിംഗ് ആയിരുന്നു. ഞാൻ എൻ്റെ എല്ലാ ഇമോഷൻസും റൈറ്റ് ഡൗൺ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇമോഷണൽ ഇൻ്റലിജൻസും അതിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ എല്ലാത്തിനും സ്കോപ്പ് കൂടുതലായിരുന്നു. നമുക്ക് എന്താ തോന്നുന്നത് എന്ന്, അല്ലെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസ് ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് പോകുന്നു, സെൽഫ് ഡൗട്ട് വരുന്നു എന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് നമ്മളത് എഴുതുമ്പോഴാണ്. അപ്പോൾ ഈ ജേർണലിംഗ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ഹെൽത്തിന് ഞാൻ അത്യാവശ്യം ഫുഡായാലും ബാക്കി എക്സസൈസ് എല്ലാം ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ അതങ്ങനെ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജേർണിയിൽ എന്നുള്ളത് എനിക്ക് വളരെ തോന്നിയിട്ടുണ്ട്. മാത്രമല്ല അത് അൺപ്രഡിക്റ്റബിൾ ആണ്, ലോങ് ജേർണിയാണ്. അപ്പോൾ എന്നെ തന്നെ പുഷ് ചെയ്ത് നിർത്തേണ്ടത് എൻ്റെ മാത്രം കടമയായിരുന്നു. ഞാനതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് വളരെ നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യും. ഗംഗ പൊതുവേ ഒറ്റയ്ക്ക് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നോ അതൊരു ഗ്രൂപ്പായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലാണോ? ഗംഗയുടെ റീഡിംഗ് റൂം ഉപയോഗിക്കുമായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു സ്റ്റഡി സർക്കിൾ, സ്റ്റഡി പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നോ അതോ കൂടുതലും ഒറ്റയ്ക്കായിരുന്നു പഠിച്ചത്? സർ, ഞാൻ ഇനീഷ്യലി ഒറ്റയ്ക്കാണ് പഠിച്ചൊക്കെ തുടങ്ങിയത്. പിന്നെ മെയിൻസിൻ്റെ ടൈമിൽ അതുപോലെ ഇൻ്റർവ്യൂ സ്റ്റേജിലെല്ലാം ഗ്രൂപ്പ് സ്റ്റഡി ആയിരുന്നു. ഇൻ്റർവ്യൂ ടൈമിലാണെങ്കിലും നമുക്ക് ഒരുപാട് പിയർ മോക്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കമ്പൈൻ സ്റ്റഡി മോഡിലേക്ക് വന്നിരുന്നു. നമുക്ക് പ്രിലിംസ് കിട്ടാത്ത കൊല്ലങ്ങളിൽ മെയിൻസിന് പ്രിപ്പയർ ചെയ്തിരുന്നോ അതോ സീരിയസ് ആയിട്ട് മെയിൻസിന് പ്രിപ്പയർ ചെയ്തോ പ്രിലിംസ് കിട്ടിയ ശേഷമാണോ? സർ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 2022 പ്രിലിംസ് ക്ലിയർ ചെയ്യാതെ ഇപ്പോൾ സൈലേഷ് സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ വിഷമം പറയുന്നുണ്ട്. അപ്പോൾ സൈലേഷ് സാർ എന്നോട് സബീൽ സാറിനെ മെൻറ്ററായിട്ട് തന്ന് അങ്ങനെ സീരിയസ് ആയിട്ട് അന്ന് മെയിൻസിന് പ്രിപ്പയർ ചെയ്തായിരുന്നു. MTS എടുത്ത് ജോയിൻ ചെയ്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്തായിരുന്നു. പിന്നെ അങ്ങോട്ട് 2023 പ്രിലിംസ് കിട്ടാതായപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ചെയ്തില്ല. പിന്നെ 2024 അച്യുത് സാർ എന്നെ മെയിൻസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അച്യുത് സാറിൻ്റെ എൻ്റെ ഒരുമിച്ചുള്ളൊരു എഫേർട്ടാണ് എന്നെ ക്ലിയർ ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത്. നമ്മുടെ മെയിൻസ് ക്ലിയർ ചെയ്യാനുള്ള ഒരു പില്ലർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ
ഗംഗ അഡോപ്റ്റ് ചെയ്ത ടെക്നിക്സോ ഹാക്സോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽ ഔട്ട് ചെയ്യാമോ? സർ എനിക്ക് ആ ചെറിയ ടൈം പീരീഡിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലായി തോന്നിയിട്ടുള്ളത് ടോപ്പോസ്കോപ്പി അനലൈസ് ചെയ്യുക, അത് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പല സൈറ്റ്സിലും ടോപ്പോസ്കോപ്പി അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് അതിൽ നിന്ന് പോയിന്റ്സ് എടുക്കുക, അത് ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ ഞാൻ കൂടുതലായിട്ട് കണ്ടന്റിനേക്കാൾ അധികം ഫോക്കസ് ചെയ്ത് എൻ്റെ ആൻസർ റൈറ്റിംഗ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഫ്രെയിം വർക്ക്സ് ഉണ്ടാക്കുക, അതിൽ ആ ഫ്രെയിം വർക്ക്സിലോട്ട് ആൻസേഴ്സ് കൊണ്ടുവരിക എന്നുള്ളത് എനിക്ക് തോന്നി വളരെ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നു. നമ്മുടെ മെയിൻസിന് ശേഷമുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ് ഇൻ്റർവ്യൂ. യെസ്. ഗംഗയ്ക്ക് ഗംഗയുടെ ആക്ച്വൽ ഇൻ്റർവ്യൂവിൽ ചോദിച്ച എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സർ എനിക്ക് സുമൻ ശർമ്മ മാമിൻ്റെ ബോർഡായിരുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ബോർഡായിരുന്നു. അവർ ചോദിച്ചതെല്ലാം ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസും അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് ഡിബേറ്റിംഗ് എൻ്റെ ഓൾറെഡി ഡാഫിലുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഡിബേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരുന്നു. അതിൻ്റെ ടോപ്പിക് ഇങ്ങനെയായിരുന്നു, ട്രൈറ്റേഴ്സ് ഓഫ് വൺ സൈഡ് ആർ ഫ്രീഡം ഫൈറ്റേഴ്സ് ഫോർ അതേഴ്സ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ഞാനും മാമും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്ത ഒരു നല്ല മെമ്മറിയാണ്. ഞാൻ അതിന് ഓപ്പോസിറ്റായിട്ടും മാം അതിന് അനുകൂലിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ഗാന്ധിജിയെ വെച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ട്രൈറ്റേഴ്സ് ആണെന്ന് ചിത്രീകരിക്കാം, ബട്ട് ട്രൂ ഫ്രീഡം ഫൈറ്റേഴ്സ് ഒരിക്കലും ട്രൈറ്റേഴ്സ് ആകുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാം പറഞ്ഞത് ഒരു സൈഡിലെ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നും ബാക്കിയുള്ളവർക്ക് ട്രൈറ്റേഴ്സ് ആയിരിക്കും എന്നാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അങ്ങനെയല്ല, ഗാന്ധിജി ഇന്നും നമ്മളിലൂടെയൊക്കെ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മെമ്മറി. എനിക്ക് ഓൾ ടുഗെദർ അത് കീപ്പ് ചെയ്യാനായിട്ട്. പിന്നീട് അങ്ങോട്ട് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ് ചോദിച്ചത്. പിന്നെ വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചിട്ടും ചോദ്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ആൻസർ ചെയ്യാൻ പറ്റിയായിരുന്നു. വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചുള്ള ഏതെങ്കിലും ചോദ്യം ഒന്ന് ഓർത്തെടുക്കാമോ? ഞാൻ DM ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്ത്രീകളുടെ പ്രശ്നം എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയുടെ എക്സാമ്പിൾ വെച്ചിട്ടായിരുന്നു. അമ്മയ്ക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി പാട്രിയാർക്ക് കുടുംബമായതുകൊണ്ടും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് എൻകറേജ് ചെയ്തില്ല. കുട്ടികളൊക്കെ നോക്കിയാൽ മതി എന്ന ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയപ്പോൾ എന്നോട് മാം വളരെ എൻകറേജിങ് ആയിരുന്നു. കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഈ അവസ്ഥയുണ്ട്, അതായത് വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷേ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിൽ അത് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ നല്ലൊരു ഡിസ്കഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഗംഗ ഇപ്പോൾ ഈ സോഷ്യൽ ഇഷ്യൂസിൽ ഇടപെടുന്ന ഒരാളായിരുന്നോ അതോ പൊതുവെ സോഷ്യൽ ഇഷ്യൂസിൽ നിന്ന് ദൂരെ മാറി നിൽക്കുന്ന ഒരാളായിരുന്നോ? അല്ല, ഇപ്പോൾ വുമൺ എംപവർമെൻറ്റ് പോലൊരു ഇഷ്യൂവിൽ ഒരു സ്വന്തം എക്സാമ്പിൾ എടുത്ത് പറയാൻ പറ്റിയല്ലോ. അങ്ങനെ പണ്ടേ സംസാരിക്കാറുണ്ടായിരുന്നോ അതോ ഇൻ്റർവ്യൂവിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത സ്കില്ലാണോ? സർ, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിപ്പോൾ എവിടെയാണെങ്കിലും എനിക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് ചോദിക്കാൻ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ബോത്ത് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഞാൻ ഒരുപാട് ആക്റ്റീവായിരുന്നു. എനിക്ക് എന്നും കൃത്യമായ നിലപാടുകളുണ്ടായിരുന്നു. അതായത് ഒരു ന്യൂട്രൽ പൊസിഷൻ അല്ലാതെ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ഞാൻ സ്വയം തിരിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കാലത്തിൻ്റെതായ അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിൻ്റെതായ അപക്വത അതിൽ കാണാം. ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്കതിൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, ഇമ്മച്യൂർഡായിരുന്നു എന്ന് ചില ഇതുകൾ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ എപ്പോഴും നിലപാടുകൾ എടുത്തിരുന്നു. ഗംഗ വ്യക്തമായ നിലപാടുകളും സോഷ്യലി ആക്റ്റീവുമായിട്ടുള്ള ഒരാൾക്ക് വളരെ നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു ഫീൽഡാണ് രാഷ്ട്രീയം. അതെ സാർ. അപ്പോൾ ഗംഗ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വളരെ ആക്റ്റീവായി ഇടപെടുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സാർ, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ചിട്ടും അങ്ങനെ ജനങ്ങളെ സേവിക്കുന്നതിനെ കുറിച്ചിട്ടും ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വഴിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രളയത്തിൽ കളക്ടേഴ്സ് ചെയ്ത അവരുടെ ആ റോളാണ് എന്നെ കുറച്ചും കൂടി ഈ വഴി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത്. മാത്രമല്ല, ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ എനിക്ക് അതിനൊരു ഒരു സെൽഫ് വാലിഡേഷൻ എന്ന പോലെ ഇത് എടുക്കണം എന്നൊരു വാശി കൂടി ആ സമയത്ത് വന്നായിരുന്നു. അതായത് ഞാൻ ഈ ഒരു ഐഡിയ പറയുമ്പോൾ എന്നെല്ലാവരും ഡിസ്കറേജ് ചെയ്തു. അതായത് അതൊക്കെ ഡോക്ടേഴ്സ് IIT IIMലുള്ളവർ പോയവരൊക്കെ എടുക്കുന്നതാണ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കിതൊരു വാശി പോലെയായിരുന്നു. എന്നാൽ ഞാൻ ഇതിന് തന്നെ പോകാം, എനിക്ക് ഡൗട്ടൊന്നുമില്ല എൻ്റെ കാര്യത്തിലെന്ന് തീരുമാനിച്ചുകൊണ്ട്
അങ്ങനെ എടുക്കുമായിരുന്നു. പിന്നെ എൻ്റേതൊരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുള്ള വളരെയധികം അങ്ങനെ ഇൻവോൾവ് ആയ കുടുംബമൊന്നും അല്ല. അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും അടുത്ത് തന്നെ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ജനങ്ങളെ സേവിക്കാൻ പറ്റുന്നത് ഞാൻ തന്നെ എൻ്റെ പാത കണ്ടെത്തുമ്പോഴാണെന്ന രീതിയിൽ ഞാൻ സിവിൽ സർവീസിന് ഇറങ്ങി ഫോർച്യൂണിൽ അവിടെ ജോയിൻ ചെയ്തു. ഞങ്ങൾ കൊച്ചിലെ പഠിക്കുന്ന ടൈപ്പ് ആളായിരുന്നു, നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, അത് ആവറേജ് മാർക്സ് ഉള്ള ഒരാളായിരുന്നു. കാരണം പൊതുവേ നല്ലപോലെ പഠിക്കുന്ന ഒരാൾക്കാണ് സിവിൽ സർവീസ് പറ്റുള്ളൂ എന്നാണല്ലോ പൊതുവിചാരം. സർ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. ഒരു അബോവ് ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. അന്ന് അധിക ടൈം ഞാൻ വളരെ പഠിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഫുൾ ടൈം പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഞാൻ അതേ ടൈം ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അത് എൻ്റെ ഹയർ സെക്കൻഡറി പീരീഡിലായാലും കോളേജ് പീരീഡിലായാലും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ കുറേ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ ബട്ട് ഞാനൊരു ആവറേജ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ അങ്ങനെ ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കളക്ടേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് ഇൻസ്പയർഡ് ആയെന്ന് പറഞ്ഞു. പക്ഷേ ഗംഗ ഡയറക്റ്റ് ആ സമയത്ത് എങ്ങനെയൊക്കെയായിരുന്നു ആക്റ്റീവ് ആയിരുന്നത്? സർ, 2018 പ്രളയത്തിലാണ് ഞാൻ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇൻവോൾവ് ആയിരുന്നത്. അവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ക്യാമ്പുകൾ ഓപ്പൺ ചെയ്തായിരുന്നു. അത് മുത്രത്തിക്കര എന്ന എൻ്റെ ഗ്രാമം ഒരു തുരുത്ത് പോലെയായിരുന്നു. ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളും പ്രളയത്തിൽ മുങ്ങിയിരുന്നു. അപ്പോൾ അവിടേക്ക് എല്ലാ ജനങ്ങളും വന്ന് അവിടെ ക്യാമ്പ് ഓപ്പൺ ചെയ്ത് റിലീഫ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ എല്ലാവരും കൂടെ ഒപ്പം വർക്ക് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിരുന്നു. അവിടെ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളൊരു എബോവ് ആവറേജ് ആയിട്ട് വരുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു, എന്നാൽ അക്കാഡമിക്കലി ഏറ്റവും എക്സലൻ്റ് ആയിട്ട് വരുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. പക്ഷേ UPSC പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര റിഗറസ് ആയിട്ടുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പഠിക്കുന്ന രീതിയും നമ്മുടെ അതുവരെയുള്ള ഒരു ലൈഫ് സ്റ്റൈലും മാറ്റേണ്ടി വന്നോ, അതോ ഒരു നോർമൽ പാത്തിൽ കൂടെ തന്നെ പോയി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം? സർ, എനിക്ക് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ എനിക്ക് എൻ്റെ കംപ്ലീറ്റ്ലി ഉള്ള ആ പഴയ ഗംഗയെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും ഡീആക്ടിവേറ്റ് ചെയ്തു. എൻ്റെ ഫോൺ നമ്പർ തന്നെ ഞാൻ മാറ്റി. ഞാൻ ആ ഫോൺ നമ്പർ കളഞ്ഞു. അപ്പോൾ ഇത് ഞാൻ സെൽഫായിട്ട് എടുത്ത ഒരു ഡെസിഷൻ ആയതുകൊണ്ട് എനിക്ക് അതിൽ റിഗ്രറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നെ ആരും പുഷ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കരുത് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ എന്ത് നടക്കുന്നാവോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഓർക്കുന്നുണ്ടാവോ. എനിക്കിങ്ങനെ എപ്പോഴും റെലവൻ്റ് ആയിട്ട് നിൽക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ ആയിരുന്നൊരു വ്യക്തിയായിരുന്നതുകൊണ്ട് ആളുകളൊക്കെ എന്നെ മറന്നു പോയിട്ടുണ്ടാകുമോ, അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. ഇപ്പോൾ എന്നെ ആരെങ്കിലും ഓർക്കുന്നുണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചായിരുന്നു. ബട്ട് സ്റ്റിൽ ഇവിടെ വന്ന് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നു, റീഡിംഗ് റൂമിൽ പോകുന്നു. പിന്നെ പതിയെ പതിയെ ഞാൻ ആ ഒരു ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു ആ ഡിസിപ്ലിൻ തന്നെയാണ് ഈ ഒരു ജേർണി ലോങ് ആയിട്ടും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മോട്ടിവേഷന് പകരം കുറച്ച് കഴിഞ്ഞപ്പോൾ മോട്ടിവേഷൻ ഇല്ല, ഡിസിപ്ലിനിൽ ആയിരുന്നത് കൊണ്ട് തന്നെ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മുടെ ആ ഗോളിൽ എത്താനായിട്ട് പറ്റി. ഒരു ലെറ്റ്സ് സേ ഈ കിട്ടിയ വർഷം ഞങ്ങളുടെ ലൈഫിലെ ഒരു ടിപ്പിക്കൽ ഡേ, ഒരു ടൈം ഷെഡ്യൂൾ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? എങ്ങനെയാണ് ഡെയിലി ടൈം ടേബിൾ? സർ, കിട്ടിയ വർഷത്തിൽ എൻ്റെ ഈ 3 സ്റ്റേജസും ഡിമാൻഡ് ചെയ്യുന്നതും 3 തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ പ്രിലിംസിനാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് പഠിച്ചത്. ഞാൻ നേരത്തെ എണീക്കും, റീഡിംഗ് റൂമിൽ പോകും, പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പഠനമായിരുന്നു. മെയിൻസിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആൻസേഴ്സ് എഴുതുമായിരുന്നു. അപ്പോൾ അതിന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യും. പിന്നെ മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ് ഉണ്ട്. അങ്ങനെ ഉള്ളൊരു ജേർണി ആയിരുന്നു. ഇൻ്റർവ്യൂവിനാണെങ്കിൽ ഞാൻ ഒരുപാട് സംസാരിക്കുമായിരുന്നു. സെൽഫായിട്ട് സംസാരിക്കും, അതുപോലെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കും. മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ആയാലും അച്യുത് സാറ്, ഷാദ് സാറ്, നിതിൻ സാർ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 സ്റ്റേജസിനും ഡിമാൻഡ് ചെയ്ത കാര്യങ്ങൾ എന്താണോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ മാറ്റുകയായിരുന്നു. ടൈം മാനേജ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും സ്പെസിഫിക് ടെക്നീക്സ് ഉണ്ടായിരുന്നോ? അതായത് വീക്ക്ലി ഇന്ന ടാർഗറ്റ്സ്, ഡെയിലി ഇന്ന ടാർഗറ്റ്സ്, അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തിരുന്ന എപ്പോഴെങ്കിലും? യെസ് സർ, ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു. ഞാൻ ഈവൻ റിസൾട്ട് വന്നിട്ടും ഞാൻ കുറച്ചൊക്കെ എൻ്റെ ടൈം പ്ലാൻ ചെയ്യുന്ന വ്യക്തിയാണ്. എപ്പോഴും എനിക്കൊരു ചെറിയ ഡയറി ഉണ്ടായിരിക്കും. ഞാൻ കാലത്ത് എന്ത് ചെയ്യും, വൈകിട്ട് എന്ത് ചെയ്യും എന്നുള്ളത്. അത് 10 to 11, 11 to 12 എന്ന് പറഞ്ഞാൽ ആ ഡയറിയിൽ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും. അപ്പം അതിനനുസരിച്ചിട്ടാണ് ഞാൻ എന്നെ തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതെല്ലാം. എനിക്ക് ഇതിന് പ്രത്യേകമായിട്ട് ഞാൻ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻഗ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ടൈമറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് പഠനാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഫോൺ ലോക്ക് ചെയ്യുന്നൊരു ആപ്പ് എൻ്റെ കയ്യിലുണ്ട്. അത് ഫോൺ കംപ്ലീറ്റ്ലി ലോക്കായിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് വേണം ഫോൺ ഓപ്പൺ ചെയ്യണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഫോൺ യൂസും കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് അങ്ങനത്തെയുള്ള ടെക്നിക്സ് എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പ്ലാനിങ് എൻ്റെ ലൈഫിൽ ഇപ്പോഴും തുടരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫോൺ ലോക്ക് ചെയ്ത കാര്യം പറഞ്ഞല്ലോ. Yes, sir. അപ്പോൾ ഫോൺ നമുക്ക് എന്തെങ്കിലും കാര്യം റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ കോൾ വരുമ്പോഴൊക്കെ ഉപയോഗിക്കേണ്ടി വരില്ലേ? അപ്പോൾ അതിന് ഈ ആപ്പ് ഒരു ഡിസ്റ്റർബൻസ് ആവില്ലേ? സർ, ആ ആപ്പ് ഒരു ഡിസ്റ്റർബൻസ് ആണ്. അത് തന്നെയാണ് അതിൻ്റെ യൂട്ടിലിറ്റിയും. നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ പിന്നെ നമ്മൾ എഴുതി വെക്കും, സെർച്ച് ചെയ്യാനുള്ളതാണെങ്കിൽ എഴുതി വെക്കും, അല്ലെങ്കിൽ ലാപ്പ് യൂസ് ചെയ്യും, ടാബ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആവും. നമ്മൾ എന്തിനാണോ ഓപ്പൺ ചെയ്തത് അത് തന്നെ നോക്കുകയുള്ളൂ. പിന്നെ കോൾസ് നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. നമ്മൾ തിരിച്ച് വിളിക്കും. അപ്പം നമ്മൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പിന്നെ പിന്നെ നമ്മളതിന് യൂസ്ഡ് ആകും. നമ്മൾ മനസ്സിലാകും നമുക്ക് തിരിച്ച് വിളിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കും. വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകില്ല. നമ്മൾ ഈ ഒരു ലോങ് 5 ഇയർ ജേർണിയിൽ നമ്മൾ UPSC എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നല്ലോ. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ലെറ്റ്സ് സേ സ്റ്റേറ്റ് PSC എക്സാമിനേഷൻസോ ബാങ്ക് എക്സാംസോ. അപ്പോൾ ഇതെല്ലാം ഗംഗ എഴുതിയിരുന്നോ അതോ UPSC തന്നെ വേണം എന്നുള്ളൊരു സോളിഡ് ഡിറ്റർമിനേഷനിലായിരുന്നു? സർ, എൻ്റെ ജേർണി 5th അറ്റംപ്റ്റ് ആണ് ഇതെങ്കിലും ദിസ് ഇസ് എ 6 ഇയർ ലോങ് ജേർണി. അപ്പോൾ ഈ ജേർണി ഇത്രയും ലോങ് പോകേണ്ടതല്ല എന്നുള്ളത് ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഇത് ഫസ്റ്റോ സെക്കൻഡോ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എനിക്ക് പറ്റിയ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് PSC എഴുതുക, അല്ലെങ്കിൽ ബാങ്ക് ജോബ്സ് എഴുതുക, വേറെ കുറേ ഓപ്ഷൻസ് പ്ലാൻ ബി പറഞ്ഞു തന്നിട്ടും ഞാൻ കേൾക്കാതിരുന്നത് ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ടൈം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടും UPSC ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ഇതിൻ്റെ വലിയൊരു അൺപ്രഡിക്റ്റബിലിറ്റി ഒരു ഫാക്ടറായിട്ട് എനിക്ക് സത്യത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരും പറയുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് വലുതായിട്ടൊരു ബുദ്ധിമുട്ടുള്ള പരീക്ഷയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലാൻ ബിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല അതുവരെ. പക്ഷെ അപ്പോൾ നമ്മൾ ഇത്രയും വർഷം എഴുതുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒബ്വിയസ്ലി പ്രഷർ വരാം. Yes, sir. എസ്പെഷ്യലി കല്യാണത്തിൻ്റെ കാര്യം. പിന്നെ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല. അപ്പോൾ ഈ ചാലഞ്ചസ് എല്ലാം എങ്ങനെ ടാക്കിൾ ചെയ്തിരുന്നത്? സർ, എൻ്റേതാണ് ഫിനാൻഷ്യലി അത്ര വെൽ ഓഫ് ആയിട്ടുള്ള കുടുംബമൊന്നും ആയിരുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്തത് എല്ലാം എൻ്റെ ചേച്ചിയാണ്. ഫിനാൻഷ്യലി ആയാലും ഇമോഷണലിയും ഒരുപാട് സപ്പോർട്ട് കൊടുത്ത് തന്നത് ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിക്ക് വളരെയധികം ആഗ്രഹമാണ് രണ്ടുപേരും സക്സസ്ഫുൾ ആവണമെന്നുള്ളത്. ചേച്ചി ഇപ്പോൾ UK PR എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ചേച്ചി വരുമ്പോൾ തന്നെ വളരുമ്പോൾ തന്നെ അനിയത്തിയും കൂടെ വളരണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇതിനെല്ലാം ഹെഡ്ജ് ചെയ്യുമായിരുന്നു. കല്യാണ പ്രഷർ അല്ലെങ്കിൽ വേറെ ഏത് പ്രഷർ ഒന്നും അച്ഛനമ്മയും ഇതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട എന്നുള്ളൊരു തോട്ടായിരുന്നു. അങ്ങനെ ചേച്ചിയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ നന്ദി പറയാനുള്ളത്. ഫൈനലി റിസൾട്ട് കിട്ടിയപ്പോൾ ചേച്ചി എന്ത് പറയും? ചേച്ചിയോട് ഇത് വിളിച്ച് പറയുന്ന സമയത്ത് ചേച്ചി കരയുകയായിരുന്നു. കുറേ കരഞ്ഞു ചേച്ചി. സന്തോഷം കൊണ്ടാണ് ഒരുപാട് കരഞ്ഞു. അച്ഛനും അമ്മയും എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു. കുറച്ച് വൈകിയാണെങ്കിലും ആ സന്തോഷം എത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മാത്രമല്ല ഈ റിസൾട്ട് വിളിച്ച് പറയുന്നത് എന്നോട് അച്യുത് സാറാണ്. അപ്പോൾ അച്യുത് സാറും ഞാൻ തമ്മിലൊരു ഡീലുണ്ടായിരുന്നു. റിസൾട്ട് വന്ന് ലിസ്റ്റിലുണ്ടെങ്കിൽ മാത്രം സാറിനെ വിളിച്ചാൽ മതി, ഇല്ലെങ്കിൽ സാറ് വിളിക്കരുത്, ഞാൻ 2 ദിവസം കഴിഞ്ഞ് സാറിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ കോൾ ഇങ്ങോട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ റിസൾട്ട് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാറിൻ്റെ കോൾ വരുന്നതാണ് കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു. എനിക്ക് മനസ്സിലായി ഞാൻ ലിസ്റ്റിലുണ്ട് എന്നുള്ളത്. അങ്ങനെ അവിടെ നിന്ന് തൊട്ട് തുടങ്ങിയ സന്തോഷമാണ്. ഇപ്പോഴും സന്തോഷങ്ങൾ അത് നിന്നിട്ടില്ല. ആ ഒരു സന്തോഷത്തിലിരിക്കുന്നു. ഗംഗ, ഫൈനലി സ്ഥിരം ചോദിക്കുന്ന ക്ലീഷേഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു അഡ്വൈസ് പുതിയ ആസ്പിറൻസിന് കൊടുക്കണമെങ്കിൽ ഗംഗ ഇത്രയും എക്സ്പീരിയൻസ് വെച്ചിട്ട് ഗംഗ എന്ത് അഡ്വൈസ് ആയിരിക്കും അവർക്ക് കൊടുക്കുക? സർ, എനിക്ക് ആകെ ഒരു അഡ്വൈസേ കൊടുക്കാനുള്ളൂ. ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഈ ഒരു ജേണിയിൽ നിങ്ങളുടെ മെൻറ്റേഴ്സ് എന്ത് പറയുന്നോ, ടീച്ചേഴ്സ് എന്ത് പറയുന്നോ, അതിനെ ട്രസ്റ്റ് ചെയ്യുക. എനിക്ക് സംഭവിച്ചെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ 2021-20 ആ കാലഘട്ടത്തിലായിരുന്നു. ഞാൻ വീട്ടിലായിരുന്നു. എനിക്ക് അതുപോലെ മെൻറ്റർഷിപ്പ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ഫൈനലി 2024 പ്രിലിംസ് പ്രോക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ മെൻറ്റർഷിപ്പോട് കൂടി പഠിച്ചതിൻ്റെ ഡിഫറൻസ് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആനന്ദ് സാർ, അച്യുത് സാറായിരുന്നു പ്രിലിംസിന് മെൻറ്റർ ചെയ്തത്. പിന്നെ മെയിൻസിൽ മെൻറ്റർ ചെയ്തത് അച്യുത് സാറായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ ഗൈഡൻസ് ആയാലും. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതില്ലാതെ സെൽഫായിട്ടും അവരവർ കണ്ടെത്തിയ വഴിയിലൂടെയും പോകുമ്പോൾ
അവർ ക്ലിയർ ചെയ്യാത്തവരുടെയും പെയിൻ എനിക്കറിയാം. ഇപ്പം ഇൻ്റർവ്യൂവിനാണെങ്കിലും കിട്ടാതെ പോയവർ കൂടെയുണ്ട്. അപ്പോൾ അവരെ ട്രസ്റ്റ് ചെയ്യുക. അതുപോലെ CSAT-ന് വേണ്ട വിധത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രിലിംസിനാണെങ്കിൽ PYQ-നും CSAT-നും അത്ര പ്രാധാന്യം കൊടുക്കുക. PYQ വളരെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. CSAT-ൻ്റെ ആണെങ്കിലും PYQ-ൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് ആ ഒരു പാത്തിലൂടെ തന്നെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ബുദ്ധിമുട്ടുകളൊന്നും നേരിടുകയില്ല. താങ്ക് യു ഫോർ ദിസ് കോൺവെർസേഷൻ. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അതായത് ഒട്ടും സെൽഫ് ഡൗട്ട് ഇല്ലാതെ ഒരു 5-6 വർഷം പിടിച്ചു നിൽക്കാന്ന് ചോദിച്ചാൽ അത് ചില്ലറ കളിയല്ല. സോ കുഡോസ് ഫോർ ദാറ്റ്. താങ്ക് യു. ഗ്രേറ്റ് കോൺവെർസേഷൻ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. Fortune IAS Academy. More than just an academy.